ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തുന്നത് തന്നെ വളരെ റെയറാണ്. അങ്ങനെ വരുമ്പോഴെല്ലാം ഒരുമിച്ച് എന്തെങ്കിലും കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇത്. ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 4 മീഡിയം സൈസ്ഡ് സവാള അരിഞ്ഞത് നമ്മൾ പതുക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒന്ന് പതുക്കെ വയന്ന് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു 4 മുളക്, അതുപോലെ ഒരു 4-5 ടൊമാറ്റോസ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇതൊരു കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വയന്ന് വന്നു കഴിയുമ്പം നമ്മൾ അതിനകത്തോട്ട് മസാലകളെല്ലാം ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളാകെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മീറ്റ് മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം നോക്കിക്കേ, നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനകത്ത് നന്നായിട്ട് മസാലയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. സോ നല്ല എരിവ് ഓൾറെഡി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇനി സെപ്പറേറ്റ് മുളക് പൊടി ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ. ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചിക്കനിൽ എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ചു വരട്ടെ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 20 മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. സോ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ മല്ലിപ്പൊടിയല്ല, മല്ലിയിലയും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണേ. അടച്ചു വെച്ചു. ദാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളിത് തുറന്ന് നോക്കി. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് തുറന്ന് തന്നെ ഇരുന്ന് ഫുള്ളായിട്ട് കുക്ക്ഡ് ആവട്ടെ. കുറച്ച് ചൂടുവെള്ളം കൂടി നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് ഇത് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, ഇത് നമുക്ക് കറിയായിട്ട് സെർവ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ഇതിനകത്തോട്ട് കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കോക്കനട്ട് പൗഡറാണ്. ആ കോക്കനട്ട് പൗഡർ കുറച്ചെടുത്ത് നമ്മൾ വാം വാട്ടറിൽ മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ചൂടാക്കാൻ പോവുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് അടച്ചു വെച്ചു. അതാണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കി. ഫുള്ള് നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട് ചിക്കൻ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദാണ്ടേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പക്ഷേ ഈ സമയം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, നേരെ കുക്കിങ്ങിലോട്ട് കടന്നതാണ്. നമ്മളിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ സിമ്പിൾ സാലഡ് ഉണ്ടാക്കിയായിരുന്നു. ജസ്റ്റ് കുക്കുംബറും ടൊമാറ്റോയും കൂടി കട്ട് ചെയ്ത് അതിനകത്തോട് ലെമൺ പിഴിഞ്ഞൊഴിച്ചു, അത്രയേ ഉള്ളൂ. ദാണ്ടെ ചിക്കൻ കറി നമ്മൾ കൂട്ടി കഴിക്കാൻ പോവാണ്. നോക്കിക്കേ, നല്ല അടിപൊളി കളറാണ്, അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ